ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗ്രാമറിൻ്റെ ഒരു സെക്ഷനാണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് അത് എഴുതുകയാണേ. ഹി ഡ്രിങ്ക്സ് വാട്ടർ. ഇതിൽ ഹി എന്താണ്? ഹി സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രവൃത്തി ചെയ്യുന്നതാരോ അല്ലെങ്കിൽ വേർബ് ചെയ്യുന്നതാരോ അതാണ് അതിൻ്റെ സബ്ജക്റ്റ് അല്ലേ. അപ്പം ഇവിടെ ഹി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഡ്രിങ്ക്സ് എന്താണ്? ഡ്രിങ്ക്സ് വെർബാണ്, ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ അപ്പം നമ്മുടെ ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ നമ്മൾ ആ സെൻറ്റൻസിനകത്ത് നമ്മളെ സംബന്ധിച്ച് എന്ത് കാണും? 3 കാര്യങ്ങൾ കാണും. ഒന്ന് സബ്ജക്റ്റ് കാണും, രണ്ടാമത്തെ വെർബ് കാണും, മൂന്നാമത്തത് ഒബ്ജക്റ്റ് കാണും. ഈ 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക. ഈ നടുക്കുള്ളതായിരിക്കും എന്തെന്ന് പറയുക? വെർബ് എന്ന് പറയുക. ഈ വെർബ് ചെയ്യുന്ന ആളാരോ അത് അതിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും. ഈ വെർബിൻ്റെ ഫലം അനുഭവിക്കുന്നതാരോ അത് അതിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. എന്ത് പറയാം? ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ വെർബ് ഫോളോഡ് ബൈ വെർബ് ആൻഡ് ഒബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റിന് ശേഷം വെർബ് കാണും, ഒബ്ജക്റ്റ് കാണും. ഇത് നമ്മൾ ഒബ്ജക്റ്റിൽ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. പാസീവ് വോയിസ് പറയുമ്പോൾ ഒബ്ജക്റ്റിലായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. പാസീവ് വോയിസ് സ്റ്റാർട്ട്സ് വിത്ത് ഒബ്ജക്റ്റ്. നമുക്ക് തോന്നും പോലെയാണ് അത് കൊടുക്കേണ്ടത്? അല്ല, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ റൂൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കണം. ആദ്യം ഒരു 8 മെയിനായിട്ട് വരുന്ന റൂൾസ് ഉണ്ട്. ആ 8 റൂൾസും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം കിട്ടത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിലേക്ക് നമ്മൾ പോകണം. ആദ്യത്തെ റൂളാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഹി റൈറ്റ്സ് നോവൽസ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർബിൻ്റെ V1 ഫോമാണ്. V1 ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു അല്ലെങ്കിൽ ഡസ്. അതിനെയാണ് നമ്മൾ V1 ഫോം എന്ന് പറയാം. ഡു അല്ലെങ്കിൽ ഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഒരു വെർബാണല്ലോ. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഡു ആണ്. ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ് എന്ന് എഴുതുക. അപ്പോൾ ഡസ് ആണ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? റൈറ്റ്സ് എന്ന് എഴുതും. ഇത് സിങ് ആണെങ്കിലോ അതിനകത്ത് എന്താ ഉള്ളത്? ഡു ആണുള്ളത്. സിങ്സ് ആണെങ്കിൽ അതിനകത്ത് എന്താ ഉള്ളത്? ഡസ് ആണുള്ളത്. അതുപോലെ പ്ലേ ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഡു ഉണ്ട്. പ്ലേസ് ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഡസ് ഉണ്ട്. അപ്പോൾ ഡുവോ ഡസ്സോ വരുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എപ്പോഴും എന്ത് വരിക? ഡു അല്ലെങ്കിൽ ഡസ്. അപ്പോൾ ഇവിടെ റൈറ്റ്സ് വന്നു. റൈറ്റ് ആണെങ്കിലും അതെന്ത് തന്നെയാണ്? അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് വെർബ് സിംഗുലർ വന്നത്. പക്ഷെ അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, റൈറ്റ്സ് ആണോ സിംഗുലർ, റൈറ്റ് അല്ലേ സിംഗുലർ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനൊരു മാറ്റമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം മാംഗോ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. മാംഗോസ് എന്ന് പറയുന്നതാണ് പ്ലൂറല്. അതുപോലെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. ആപ്പിൾസ് എന്ന് പറയുന്നതാണ് പ്ലൂറല്. പക്ഷേ വെർബിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. എസ് വരുന്നതാണ് സിംഗുലർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈസ് സിംഗുലർ അല്ലേ? ഹോസ് സിംഗുലർ അല്ലേ? യെസ് ഹാസ് സിംഗുലർ അല്ലേ? ഇതുപോലെ എസ് വരുന്നതെല്ലാം വെർബിൽ സിംഗുലർ ആണ്. അപ്പൊ റൈറ്റ്സും എന്ത് തന്നെയാണ്? സിംഗുലർ ആണ്. റൈറ്റ് ആണ് പ്ലൂറല്. ഇവിടെ എന്ന് പറയുന്നത് സിംഗിൾ ആയതുകൊണ്ടാണ്, സിംഗുലർ ആയതുകൊണ്ടാണ് റൈറ്റ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിലോട്ടൊന്നും പോകണ്ട. അത് ടെൻസ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ അതൊന്നും നോക്കണ്ട. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? വേറൊന്നുമില്ല. വെർബിനകത്ത് ഡുവോ ഡസോ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. ആണല്ലോ, റൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡു അല്ലെങ്കിൽ ഡസ്. ഇവിടെ ഡസ് ആണുള്ളത്. അപ്പോൾ ഡസ് ആണുള്ളത്. അത് നമുക്ക് മനസ്സിലായി. ഇതാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് പഠിക്കണേ. ഒബ്ജക്റ്റ് നമുക്കറിയാം. നമ്മൾ എപ്പോഴും പാസീവ് വോയിസിനകത്ത് എന്തിലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ? ഒബ്ജക്റ്റിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് അറിയാം. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഒബ്ജക്റ്റിലായിരിക്കും എപ്പോഴും പാസീവ് വോയിസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റ് അവിടെ കോമൺ ആണ്. അടുത്ത് V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ കണ്ടീഷൻസിലും V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ V3ക്ക് ഒരു മാറ്റം വരില്ല. മുകളിൽ ING ആണെങ്കിലും ക്വസ്റ്റ്യനിൽ ING ആണെങ്കിലും നമ്മുടെ ആൻസറിൽ എന്ത് തന്നെ ആയിരിക്കും? V3 തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിൽ
അതിലും മാറ്റം വരില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റ് V3 + by + H മാറത്തില്ല. പഠിക്കാൻ പോകുന്ന 8 കണ്ടീഷൻസിനും ഇത് സെയിം തന്നെയാണ്. മാറ്റം വരുന്നത് ഈ ഒരു മേഖലയ്ക്ക് മാത്രമാണ്. പഠിക്കാൻ കുറച്ചുകൂടി ഈസി അല്ലേ? അപ്പോൾ ഡുവോ ഡെസോ ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അത് ഈസ്, അല്ലെങ്കിൽ അത് ആം, അല്ലെങ്കിൽ അത് ആറ്. എപ്പോഴാണ് ഈസ്, എപ്പോഴാണ് ആം, എപ്പോഴാണ് ആറ് എന്ന് അറിയാവോ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ്, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആറ്. ആ ഒരു കണ്ടീഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അതായത് ഒബ്ജക്റ്റ് നമ്മളിവിടെ എഴുതൂലേ, അപ്പോൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതുമ്പോൾ അത് സബ്ജക്റ്റ് ആവും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ ഈസ് എടുക്കും, ഐ ആണെങ്കിൽ ആം എടുക്കും, പ്ലൂറൽ ആണെങ്കിൽ ആറ് എടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കണ്ടീഷൻ അനുസരിച്ച് എഴുതി വെക്കാമല്ലോ. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഏതാണ്? നോവൽസ് ആണ്. നോവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പ്ലൂറൽ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സിംഗുലർ അല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ സിംഗുലർ അല്ലേ എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒബ്ജക്റ്റ് എന്താണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് നമുക്കിവിടെ എന്തെടുക്കണം? ഈസ് എടുക്കും, ആം എടുക്കും, ആറ് എടുക്കും. ആറാണ് എടുക്കേണ്ടത്. നോവൽസ് ആർ. അടുത്ത് V3 ആണ്. V3 എന്ന് പറയുമ്പോൾ റൈറ്റ് ആണ് നമ്മുടെ വെർബ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഫോം ഏതാണ്? റൈറ്റ്, റോട്ട്, റിട്ടൺ അല്ലേ? റിട്ടൺ ആണ്. നോവൽസ് ആർ റിട്ടൺ കൊടുക്കുക. ദെൻ ബൈ. ഏജന്റ് എന്ന് പറയുന്നത് ആരാണ്? ഹി ആണ്. ഹി ആണെങ്കിൽ എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഞങ്ങൾ നോക്കുക, ഹി ആണെങ്കിൽ ഹിം ആയിട്ട് മാറും, ഷീ ആണെങ്കിൽ ഹെർ ആയിട്ട് മാറും, ദേ ആണെങ്കിൽ ദം ആയിട്ട് മാറും, വി ആണെങ്കിൽ എന്തായിട്ട് മാറും? അസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ചേഞ്ച് കൂടെ അതിനോടൊപ്പം ഉണ്ടാവും. ഹി ആണെങ്കിൽ ഹിമ്മാവും, ഷീ ആണെങ്കിൽ ഹെറാവും, ദേ ആണെങ്കിൽ ദമ്മാവും, വി ആണെങ്കിൽ അസാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഒബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആണ് വരുന്നതെങ്കിൽ എന്താവും? ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V3 + by + H ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഹി റൈറ്റ്സ് നോവൽസ് എന്നുള്ളത് എന്തായിട്ട് മാറും? നോവൽസ് ആർ റിട്ടൺ ബൈ ഹിം എന്നായിട്ട് മാറും. ഒരു എക്സാമ്പിളൂടെ പറയാവേ. രാമു റീഡ്സ് എ ബുക്ക്. രാമു ഒരു ബുക്ക് വായിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇത് അനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യം ഒബ്ജക്റ്റിൽ എടുക്കേണ്ടത് ഒബ്ജക്റ്റ് എ ബുക്കാണ് അല്ലേ? അപ്പം എ ബുക്ക്. അടുത്തെന്താണ്? ഈസ് എടുക്കും, ആം എടുക്കും, ആർ എടുക്കും. എ ബുക്ക് സിംഗുലർ ആണ്. അപ്പം എന്താ എടുക്കേണ്ടത്? ഈസ് ആണ് എടുക്കേണ്ടത്. എ ബുക്ക് ഈസ്. അടുത്തത് V3 ആണ് അല്ലേ? റീഡ്. റീഡിൻ്റെ പ്രത്യേകത എന്താണ്? റീഡ്, റെഡ്, റെഡ്. എഴുതുന്നത് ഒരുപോലത്തെ സ്പെല്ലിംഗ് ആണെങ്കിലും മൂന്ന് ഫോമിൽ ഒരുപോലെ തന്നെ എഴുതുമെങ്കിലും വായിക്കുന്നത് എങ്ങനെ വായിക്കുന്നത്? റീഡ്, റെഡ്, റെഡ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ എ ബുക്ക് ഈസ് റെഡ് ബൈ രാമു. പേരാണെങ്കിൽ അതിനെ മാറ്റാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതും, രാമു. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകാം. രണ്ടാമത്തെ കണ്ടീഷൻ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് മാറ്റി എഴുതുകയാണേ. ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. എന്താണ്? ഈസ് പ്ലസ് ING അല്ലേ? ഈസ്. അതായത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈസോ ആമോ ആറോ എന്തിന് വരും? ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഡുവോ ഡസോ വന്നപ്പം നമ്മൾ പാസീവ് വോയിസിൽ എന്ത് കൊടുത്തു? ഈസ് ആമോ ആറ് കൊടുത്തു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആക്റ്റീവ് വോയിസിൽ ഈസ് ആമോ ആറ് വരികയാണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ എന്ത് കൊടുക്കണം? ഈസും ആമും ആറും കൊടുക്കാം. അതോടൊപ്പം ഒരു വേർഡും കൂടെ നമ്മൾ അതിൻ്റെ കൂടി ചേർക്കണം. ഓക്കെ. നമുക്ക് അതിൻ്റെ ഫോർമുല എഴുതാമല്ലോ. ഒബ്ജക്റ്റ് പ്ലസ് ഈസോ ആമോ ആർ പ്ലസ് ബീയിങ് പ്ലസ് എന്താണ്? ബീയിങ്. മറന്നുപോലെ ബീയിങ് പ്ലസ് V3 + by + H. ഞാൻ പറഞ്ഞില്ലേ, ഒബ്ജക്റ്റിന് V3 + by + H മാറ്റം വരത്തില്ല. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ ഈസോ ആമോ ആറോ ആണ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നമ്മുടെ പാസീവ് വോയിസിൽ എന്താകണം? ഈസ് ബീയിങ് അല്ലെങ്കിൽ ആം ബീയിങ് അല്ലെങ്കിൽ ആർ ബീയിങ് എന്നുള്ള ഫോമിലേക്ക് മാറും. അതാണ് ഈസോ ആമോ ആർ പ്ലസ് ബീയിങ് എന്നുള്ള ഫോമിലേക്കായിരിക്കും എന്ത് വരിക? പാസീവ് വോയിസ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. നേരത്തെ പോലെ ഈ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് പറയാൻ പറ്റും. പറഞ്ഞേ, ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. എങ്ങനെ എഴുതാം? സബ്ജക്റ്റ്, വെർബ്,
ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ വെർബ് എടുത്തേ, അല്ല ഒബ്ജക്റ്റ് എടുത്തേ. എ നോവൽ, നോവൽ സിംഗുലർ അല്ലേ, അപ്പോൾ ഏതാ കൊടുക്കുക? ഈസ് ആ കൊടുക്കുക. എ നോവൽ ഈസ് എന്ത് വരും? ബീയിങ് അല്ലേ. എ നോവൽ ഈസ് ബീയിങ് റൈറ്റിംഗ്. മൂന്നാമത്തെ ഫോം ഏതാണ്? റിട്ടൺ. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നായിരിക്കും വരിക. ഒരു എക്സാമ്പിൾ കൂടെ. രാമു ഈസ് റീഡിങ് എ ബുക്ക്. എങ്ങനെ നമുക്ക് എഴുതാം? നിങ്ങൾ പറഞ്ഞോ. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് അത് എടുക്കാമല്ലോ. ഏതാണ്? എ ബുക്കാണ് ഒബ്ജക്റ്റ് അല്ലേ. എ ബുക്ക് സിംഗുലർ ആയതുകൊണ്ട് എന്തെടുക്കണം? ഈസ് ബീയിങ് എടുക്കണം. ഈസ് ബീയിങ് പ്ലൂറൽ ആണെങ്കിൽ ആർ ബീയിങ് എടുത്തേനെ. ഇവിടെ ഐ ആണ് വന്നിരുന്നെങ്കിൽ ആം ബീയിങ് എടുത്തേനെ. ഓക്കെ. അപ്പോൾ എ ബുക്ക് ഈസ് ബീയിങ് എന്ത് വരും? റീഡിങ്. റീഡിങ്ങിന്റെ മൂന്നാമത്തെ ഫോം എന്ത് തന്നെയാണ്? റെഡ്. റെഡ് എന്ന് വായിക്കുമെങ്കിലും എഴുതുന്നത് റീഡെന്ന് തന്നെയാണ്. എ ബുക്ക് ഈസ് ബീയിങ് റെഡ് ബൈ ആരാണ്? രാമു. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പഠിച്ച കണ്ടീഷൻ? എന്താണ്? ആക്റ്റീവ് വോയിസിൽ ഡുവോ ഡെസോ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ പാസീവ് വോയിസിൽ എന്തായിട്ട് മാറും? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിലേക്ക് മാറും. ഇനി ആക്റ്റീവ് വോയിസിൽ ഈസോ ആമോ ആറോ ആണ് വരുന്നതെങ്കിൽ പാസീവ് വോയിസിൽ എന്തായിട്ട് മാറും? ഈസ് ബീയിങ്ങോ ആം ബീയിങ്ങോ അല്ലെങ്കിൽ ആർ ബീയിങ്ങോ ആയിട്ട് മാറും. അതെപ്പോഴും ഡിസൈഡ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അല്ലെങ്കിൽ ഐ ആണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഹാസും ഹാവ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ. ഹി ഹാസ് റിട്ടൺ എ നോവൽ. ഹാസ് വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഡൂൺ ഡസും വന്നാൽ എന്ത് വരണം നമുക്കറിയാം. ഈസും ആമും ആറും വന്നാൽ എന്ത് വരണമെന്ന് നമുക്കറിയാം. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടീഷൻ ഹാസ് ആണ്. ഹാസ് വന്നാൽ അല്ലെങ്കിൽ ഹാസും ഹാവും വന്നു കഴിഞ്ഞാൽ, ഹാസോ ഹാവോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മാറുക? അതിൻ്റെ പാസ്റ്റിലേക്ക് പോകും. എന്തായിട്ട് പോകും? ഹാഡിലേക്ക് പോകണം. എന്തിനായിട്ട് പോകണം? സോറി, ഹാഡ് അല്ല, ബീനിലേക്ക് പോകും. അതിൻ്റെ എക്സ്റ്റൻഷനിലേക്ക് പോകും. നമ്മൾ നേരത്തെ ഡൂൺ ഡസും വന്നപ്പോൾ പറഞ്ഞില്ലേ, ഡൂൺ ഡസും വന്ന സമയത്ത് എന്തിലേക്ക് പോയി? ഈസോ ആമോ ആറിലേക്ക് പോയി. ഇനിയാണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വന്ന സമയത്ത് എന്തിലേക്ക് പോയി? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് എന്തിലേക്ക് പോയി? ബീയിങ്ങിലേക്ക് പോയി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ബീയിങ് ആം ബീയിങ് അല്ലെങ്കിൽ ആർ ബീയിങ്ങിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഹാസോ ഹാവോ ആണ് വരുന്നതെങ്കിൽ എന്ത് പറ്റൂടാ? അത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീനിലേക്ക് പോകും. എന്തിലേക്ക് പോകും? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീനിലേക്ക് പോകും. സിംഗുലർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീനും പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീനും വരും. അപ്പോൾ നമുക്ക് എഴുതാമല്ലോ. എന്തായിരിക്കും കണ്ടീഷൻ വരിക? ഫോർമുല വരെ എന്തായിരിക്കും? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ്, ഞാൻ എഴുതുന്നത് ക്ലിയർ ഉണ്ടോ നിങ്ങൾക്ക്? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ബാക്കി നിങ്ങൾക്കറിയാം V3 പ്ലസ് ബൈ പ്ലസ് ഏജന്റ്. ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിന് ആൻസർ ചെയ്യാമല്ലോ. ഒന്ന് പറഞ്ഞിടാം എങ്ങനെ ഒരു ആൻസർ. ഹി ഹാസ് റിട്ടൺ എ നോവൽ. എങ്ങനെ പറയാം? എ നോവൽ. ഒബ്ജക്റ്റ് എ നോവൽ അല്ലേ. എ നോവൽ ഹാസ് എ നോവൽ സിംഗുലർ അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊരു ഹാസ് ബീൻ വരും, ഹാവ് ബീൻ വരും. ഹാസ് ബീൻ അല്ലേ വരിക. അപ്പോൾ എ നോവൽ ഹാസ് ബീൻ റിട്ടൺ. ഓൾറെഡി അത് V3 ഫോമിൽ തന്നെയാണ്, നമുക്ക് മാറ്റാൻ പാടാം. റിട്ടൺ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബൈ ഹിം. ഓക്കെ. എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഒരു എക്സാമ്പിളും കൂടെ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. രാമു ഹാസ് റെഡ് എ നോവൽ എ ബുക്ക്. ഓക്കെ. ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? രാമു സബ്ജക്റ്റ്, ഹാസ് റെഡ് വെർബ്, എ ബുക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാലോ. എ ബുക്ക് ഹാസ് ബീൻ വരും, ഹാവ് ബീൻ വരും. എ ബുക്കാണ്, സിംഗുലർ ആണ്. അപ്പോൾ എന്താ വരിക? ഹാസ് ബീൻ ആയിരിക്കും വരിക. എ ബുക്ക് ഹാസ് ബീൻ. റീഡിൻ്റെ V3 ഫോം എന്താണ്? റീഡ് തന്നെ, റെഡ് തന്നെയാണ് അല്ലേ. റെഡ്
അടുത്തെന്ത് വരും? ബൈ ഏജ്, ബൈ രാമു. അപ്പോൾ 8 കണ്ടീഷനിൽ 3 കണ്ടീഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ 3 കണ്ടീഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അടുത്ത പഠിക്കാൻ വളരെയധികം സിമ്പിളാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഫോംസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.